UDF 100-ലേക്ക് എത്തി നിൽക്കുന്നു എന്നതാണ്. കഴക്കൂട്ടത്ത് കടകംപള്ളി ലീഡ് ഉയർത്തിയിരിക്കുന്നു. 1246 വോട്ടിനായി ലീഡ് ഉയർത്തിയിരിക്കുകയാണ്. ഒരുപക്ഷെ കഴക്കൂട്ടം നിലനിർത്താനുള്ള സാധ്യതയുണ്ട് എന്ന് തോന്നുന്നു. 9 റൗണ്ട് എണ്ണി കഴിയുമ്പോഴാണ് ലീഡ് ഉയർത്തിയത്. രേണു, അങ്ങനെയെങ്കിൽ NDAയുടെ കളത്തിലുള്ള രണ്ട് മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്? നിയമത്തിന് പുറമെയുള്ള മറ്റു മണ്ഡലം ഏതാണ്? നേമത്ത് NDA ലീഡ് ചെയ്യുന്നുണ്ട്, ചാത്തന്നൂർ ലീഡ് ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നേമവും ചാത്തന്നൂരും ആകാനാണ് സാധ്യത. യെസ്, എന്തായാലും ഒരു ഘട്ടത്തിലൊക്കെ വലിയ തോതിൽ 5 ഇടങ്ങളിലടക്കം മുന്നേറ്റം നടത്തിയിരുന്നു. പക്ഷേ NDAയെ സംബന്ധിച്ചിടത്തോളം ആ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുന്നുണ്ട്. നിലവിൽ ചാത്തന്നൂർ അവിടെയും മാറിമറിയുന്ന രാഷ്ട്രീയ സാഹചര്യമാണുള്ളത്. വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ മാത്രം തിരുവനന്തപുരത്തും NDA മുന്നോട്ട് പോയിരുന്നു. കാസർഗോഡ്, മഞ്ചേശ്വരത്തടക്കം ചെറിയ മുന്നേറ്റമൊക്കെ നടത്തിയിരുന്നു. പക്ഷേ അവിടെയൊന്നും ഇനി NDAയ്ക്ക് വലിയ പ്രതീക്ഷകളില്ല. NDA ഇപ്പോൾ പ്രതീക്ഷ പുലർത്തുന്നത് പ്രധാനമായും നേമത്ത് തന്നെയാണ്. നേമത്ത് ഇനി എണ്ണാനിരിക്കുന്ന വോട്ടുകളിലും NDAയ്ക്ക് പ്രതീക്ഷയുണ്ട്. കഴക്കൂട്ടത്ത് എന്തും സംഭവിക്കാമെന്നതാണ്. ഒരുപക്ഷെ കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോൾ നേടിയിട്ടുള്ള ഈ മേൽക്കൈ അത് വരും മണിക്കൂറുകളിൽ തിരിച്ച് ആകാം എന്നതുകൊണ്ട് തന്നെയാണ് കഴക്കൂട്ടം ഫോട്ടോ ഫിനിഷിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. 262 വോട്ടിന്റെ ലീഡ് മാത്രമേ ഉള്ളൂ NDA സ്ഥാനാർത്ഥിക്ക്. BB ഗോപകുമാറിന് 262 വോട്ടിന്റെ ലീഡ് മാത്രം. തൃത്താലയിൽ 8 റൗണ്ട് പൂർത്തിയാകുമ്പോൾ ബൽറാമിന്റെ ലീഡ് ഉയർത്തുന്നുണ്ട്. ബൽറാം വിജയം അവകാശപ്പെട്ട് കഴിഞ്ഞു. ബൽറാം ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞു. ഞാൻ വിജയിച്ചു, ഞാൻ കം ബാക്ക് ഇതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ബൽറാം അത് ഉറപ്പിച്ചു കഴിഞ്ഞു. ഒരു കാര്യം അഭിലാഷ്, 25,000 20,000 പ്ലസ് ഭൂരിപക്ഷം നേടിയ മണ്ഡലങ്ങളിലാണ് ഇത്തവണ പലരും പരാജയപ്പെട്ടത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ട്രെൻഡ് എത്ര വലിയ രീതിയിൽ മാറിമറിഞ്ഞു എന്നത്. അത് സംസ്ഥാനത്തിന്റെ പൊതുവായ രാഷ്ട്രീയ ചിത്രത്തിലുണ്ടായ മാറ്റമാണ് ഈ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഇടതുപക്ഷത്തെ കഴിഞ്ഞ തവണത്തെ MLA-മാരെ ഇങ്ങനെ തോൽപ്പിച്ചു കളഞ്ഞത്. പിണറായി വിജയന്റെ ലീഡ് 2892 വീണ്ടും കുറഞ്ഞിരിക്കുന്നു. ധർമ്മടത്ത് പിണറായിയുടെ പിന്നോട്ട് പോക്ക് രാഷ്ട്രീയ കേന്ദ്രങ്ങളെ പ്രത്യേകിച്ച് CPM-നെ ഒന്നടങ്കം ഞെട്ടിക്കുന്നു എന്നത് തന്നെയാണ്. ആദ്യത്തെ റൗണ്ടുകളിൽ പിന്നിട്ട് നിൽക്കുന്നു. സംഭവിക്കുന്നത് കണ്ണൂരിൽ ഒരു പ്രത്യേക ഫാക്ടർ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് 2 പ്രധാനപ്പെട്ട വിവാദങ്ങൾ, ഒന്ന് പയ്യന്നൂരിലെ വിവാദം, മറ്റൊന്ന് തളിപ്പറമ്പിലുണ്ടായ വിവാദം. ഈ 2 വിവാദങ്ങളും ആ 2 മണ്ഡലത്തിൽ ഒതുങ്ങിയില്ല എന്നതാണ്. ലീഡ് ചെയ്യുന്നു VK പ്രശാന്ത്. 18 റൗണ്ട് ഉള്ളതിൽ 9 റൗണ്ട് എണ്ണി തീരുമ്പോൾ വട്ടിയൂർക്കാവിൽ VK പ്രശാന്ത് 501 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ശരി, ഒരു വലിയ സസ്പെൻസ് ആയി വട്ടിയൂർക്കാവ് മാറും. നമുക്ക് ഒരിക്കൽ കൂടി BV അരുണിനെ ഒന്ന് കണക്ട് ചെയ്താൽ വട്ടിയൂർക്കാവിൽ ഇനി എന്താണ്, ഏത് സ്ഥലം എണ്ണണം, അതൊന്നും അറിയാനാവുമായിരുന്നു. എന്തായാലും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, വട്ടിയൂർക്കാവും കഴക്കൂട്ടവും ഫോട്ടോ ഫിനിഷിലേക്കാണ് നീങ്ങുന്നത്. ഒപ്പം ഈ മണലൂരിൽ പ്രൊഫസർ C രവീന്ദ്രനാഥ് നല്ല ലീഡ് എടുക്കുന്നുണ്ട്. നമുക്ക് തമിഴക രാഷ്ട്രീയത്തിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചില ദൃശ്യങ്ങളടക്കം പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ടതുണ്ട്. അത്ഭുതകരമായ ഒരു പ്രകടനം ആണ് TVK അവിടെ കാഴ്ചവെച്ചത് എന്നത് മാത്രമല്ല 107 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നു എന്നതാണ്. വിവാദ നായകൻ കൂടിയായിരുന്നു അവിടെ വിജയ് എന്നത് നമുക്കറിയാം. ഇപ്പോൾ തൃഷ വീട്ടിൽ എത്തിയിരിക്കുന്നു, വിജയുടെ വസതിയിലടക്കം എത്തിയിരിക്കുന്നു എന്ന വിവരം കൂടിയാണ് പങ്കുവെക്കേണ്ടത്. എന്തായാലും തമിഴക രാഷ്ട്രീയത്തിൽ വലിയ ചലനം സൃഷ്ടിക്കാൻ ഇപ്പോൾ സാധിച്ചിരിക്കുന്നു എന്നതാണ് വിജയ്ക്ക്. ഒരുപക്ഷെ അടുത്ത മുഖ്യമന്ത്രി, തമിഴകത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി വിജയ് തന്നെയാകുമോ? ഇതൊരു സിനിമാ കഥയല്ല എന്ന് വിജയ് തെളിയിക്കുന്ന സാഹചര്യം ആണ് ഉള്ളത്. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ആണ് ഉള്ളത്. എന്തായാലും തമിഴ്നാട്ടിൽ വലിയ മുന്നേറ്റം. തിരുവനന്തപുരം CP ജോൺ 11 റൗണ്ട് എണ്ണി തീരുമ്പോൾ 745ലേക്ക് ലീഡ് ഉയർത്തുന്നുണ്ട് CP ജോൺ. നമുക്ക് അതിലേക്ക് വരാം. അതിനു മുമ്പ് ഇതാ കാണുക ദൃശ്യങ്ങൾ, തമിഴ്നാട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. വിജയെ കാണാൻ വിജയുടെ വീട്ടിലേക്ക് തൃശ എത്തുകയാണ്. തൃശയുടെ ജന്മദിനം കൂടിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. നോക്കൂ, ഒരു സിനിമാ കഥകളെ വെല്ലുന്ന രീതിയിലുള്ള തമിഴക രാഷ്ട്രീയത്തിന്റെ മാറ്റം നോക്കുക. പലപ്പോഴും കണ്ടിട്ടുണ്ടത്, പക്ഷേ സമീപകാലത്ത് ഇത്തരമൊരു രാഷ്ട്രീയം തമിഴകം പറയുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. എക്സിറ്റ് പോളുകൾ പോലും കണ്ടെത്താത്ത ഈ തെരഞ്ഞെടുപ്പ് വിധി തമിഴക രാഷ്ട്രീയത്തിൽ നിന്നുണ്ടാകുമ്പോൾ വിജയുടെ താരോദയം ഒരു സിനിമാ നടൻ എന്ന രീതിയിൽ നിന്ന് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്ന തലത്തിലേക്ക് മാറുന്നു വിജയ്. അതായത് തമിഴക രാഷ്ട്രീയത്തിൽ ഇത് ചരിത്രമാണ്. ഒരുപക്ഷെ തമിഴക മനസ്സിൽ എന്ത് എന്ന് ആർക്കും മനസ്സിലാക്കാൻ സാധിച്ചില്ല. വിജയ് ഒരു പാർട്ടി രൂപീകരിക്കുന്നു. ആ പാർട്ടി രൂപീകരിച്ച് ആദ്യ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ രാഷ്ട്രീയ എതിരാളികളെ എല്ലാവരെയും
എല്ലാവരെയും പിന്നിലാക്കിക്കൊണ്ട് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറാൻ വിജയുടെ TVKക്ക് സാധിച്ചു എന്നതാണ്. അത് തമിഴക രാഷ്ട്രീയത്തിൽ തീർച്ചയായും ചരിത്രമാണ്. ഇക്കാലഘട്ടത്തിലും ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് ഒരു സിനിമാ താരത്തിന് ജനഹൃദയങ്ങളെ കീഴടക്കാൻ, ജനനായകനായി മാറാൻ സാധിക്കുമോ എന്ന സംശയമുയർത്തിയവർക്ക് വിജയ് നൽകുന്ന മറുപടിയാണിത്. അങ്ങനെയുള്ള ഒരു മറുപടി, അത്രമേൽ വലിയ വിജയമാണ് വിജയ് നേടിയിട്ടുള്ളത് എന്നതിൽ ഒരു തർക്കവുമില്ല. ആ പേര് പോലെ അന്വർത്ഥമാക്കുന്നു വിജയ്. സിനിമയിൽ മാത്രമല്ല രാഷ്ട്രീയത്തിലും താൻ തന്നെയാണ് വിജയ് എന്ന് വിജയ് ഒരിക്കൽ കൂടി പ്രൂവ് ചെയ്യുന്നു എന്നതാണ് ഇപ്പോൾ എടുത്തു പറയേണ്ടത്. അങ്ങനെ മിന്നുന്ന പ്രകടനം തമിഴക രാഷ്ട്രീയത്തിൽ നടത്തുന്നു. അങ്ങനെ ഒരുപക്ഷെ വിജയുടെ ഒരു സിനിമാ ഗാനം പോലുമുണ്ട്, തന്റെ വരവറിയിച്ചുകൊണ്ടുള്ള ഒരു സിനിമാ ഗാനം. ആ സിനിമാ ഗാനം അക്ഷരാർത്ഥത്തിൽ വിജയ് നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരുന്ന ഒരു സിനിമാ ഗാനമാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതാ വരവറിയിച്ചിരിക്കുന്നു. സിനിമയിൽ നിന്നും രാഷ്ട്രീയത്തിലെത്തിയപ്പോൾ ഇത്ര ചെറിയ ഇടവേള കൊണ്ട് മുഖ്യമന്ത്രിയായോ എന്ന കാര്യം സംശയമാണ്. പക്ഷെ വിജയ്ക്ക് അത് സാധിക്കുന്നു. നമുക്ക് ഇടവേളയുടെ ചരിത്രമൊക്കെ ഒരുപക്ഷെ പരിശോധിക്കേണ്ടി വരും. ഒരു കാര്യം ഉറപ്പാണ്, എന്ന് പറഞ്ഞു, അത് വന്നിരിക്കുന്നു എന്ന് തന്നെയാണ് വിജയ്. അത്രമേൽ മിന്നുന്ന പോരാട്ടത്തോടു കൂടിയുള്ള വിജയുടെ പ്രകടനം. അഭിലാഷ്, വേറൊരു കൗതുകം കൂടി ഉള്ളത്, വിജയുടെ സർക്കാർ രൂപീകരണമൊക്കെ വളരെ കൗതുകവും ആകാംക്ഷയുമുള്ളത്. കാരണം ഭരണരംഗത്ത് ഒരു പരിചയവുമില്ലാത്ത ഒരു വലിയ കൂട്ടമാണ് വിജയിച്ചു വരുന്നത്. അവരുടെ സർക്കാർ രൂപീകരണം, പ്രധാനപ്പെട്ട ഇടപെടൽ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ എന്തായാലും മുഴക്കി കഴിഞ്ഞു വിജയ്. ആ വിസിൽ വിജയുടെ വിജയ വിസിലായി മാറിയിരിക്കുന്നു എന്നതാണ്. അവിടെ ഫിനിഷിംഗ് പോയിന്റിൽ വിജയ് തന്നെയാണ് എത്തിയത് എന്നതുകൂടിയാണ് തമിഴക രാഷ്ട്രീയത്തിന്റെ സവിശേഷത. തമിഴകം ആർക്കും ഇതാ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. കണ്ണൂരിൽ ഇതാ കടന്നപ്പള്ളിയുടെ തോൽവി ഉറപ്പിക്കുന്നു. കടന്നപ്പള്ളി തോറ്റിരിക്കുന്നു എന്നതാണ്. കണ്ണൂരിൽ TO മോഹനൻ ആണ് ഇപ്പോൾ വിജയിച്ചു കയറുന്നത് എന്നതാണ്. അതായത് കടന്നപ്പള്ളിക്ക് ഇനിയിപ്പോൾ വോട്ടുകൾ എണ്ണാൻ ശേഷിക്കുന്നുണ്ട് എങ്കിൽ പോലും മോഹനന്റെ മേൽക്കൈയെ മറികടക്കാൻ സാധിക്കില്ല എന്നതാണ് കണ്ണൂരിൽ നിന്നുള്ള ചിത്രം എന്നതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെ ഇതാ മറ്റൊരു കോട്ടയിൽ കൂടി വലിയ തോൽവി പിടയുന്നു CPIM-ന് എന്നതാണ്. ഒരുപക്ഷെ പാർട്ടി ഇനിയുള്ള മണിക്കൂറുകളിൽ ചിന്തിക്കാൻ പോകുന്നത് കണ്ണൂരിനെ കുറിച്ച് തന്നെയായിരിക്കും. പാർട്ടിയുടെ തട്ടകങ്ങളിൽ പാർട്ടിക്കേറ്റ തോൽവിയാണ്, പാർട്ടിയുടെ ഈറ്റില്ലങ്ങളിൽ ഉണ്ടായിട്ടുള്ള തോൽവിയാണ്, പാർട്ടികളുടെ കോട്ടകൾ എങ്ങനെയാണ് പൊളിഞ്ഞു വീണത് എന്നതായിരിക്കും CPIM-നെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ദിവസങ്ങളിൽ ചർച്ചകൾ. അതിനിടയിൽ തന്നെയാണ് ഒരു പ്രതിപക്ഷ നേതാവിനെ പോലും കണ്ടെത്താൻ പറ്റാത്ത തരത്തിലേക്കുള്ള തോൽവിയാണോ പിണയുന്നത് എന്ന സംശയം കൂടി ഉയരുന്നത്. വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇപ്പോൾ തോൽവി മടക്കുന്നു എന്നതാണ്. കളമശ്ശേരിയിൽ P. രാജീവ്, കൊട്ടാരക്കരയിൽ നിന്ന് ബാലഗോപാൽ ഉൾപ്പെടെ പിന്നിട്ട് നിൽക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ബേപ്പൂരിൽ നിന്നുള്ള പ്രകടനത്തിലാണ് മുഹമ്മദ് റിയാസ് മുന്നിട്ട് നിൽക്കുന്നത്. ഇനിയുള്ള റൗണ്ടുകളിൽ ആയിരിക്കും മുഹമ്മദ് റിയാസിനും മേൽക്കൈ കുറയുമോ എന്നതിൽ അടക്കം വ്യക്തത കൈവരികയുള്ളൂ. ഈ തെരഞ്ഞെടുപ്പിൽ ഇതാ AD തോമസ് ആണ് ആലപ്പുഴയിൽ നിന്ന് അത്ഭുത കുട്ടിയായി മാറുന്നത് എന്ന് വേണം നമുക്ക് പറയാൻ. ഇപ്പോഴിതാ AD തോമസ് വീണ്ടും മുന്നിൽ തന്നെ നിൽക്കുന്നു എന്നതാണ്. ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ പൊടുന്നനെ ചർച്ച ചെയ്യപ്പെട്ട ഒരു പേരായി മാറിയിരുന്നു AD തോമസിൻ്റെത്. കോൺഗ്രസിന്റെ, യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ സജീവ പ്രവർത്തകനായിരുന്നുവെങ്കിലും മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രയ്ക്കിടെ മുഖ്യമന്ത്രിയെ കരിങ്കുടി കാണിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തല്ലിച്ചതച്ച നേതാവ്, അതായത് അവിടുത്തെ പ്രാദേശിക പോലീസ് AD തോമസിന് വട്ടം ചുറ്റി സംരക്ഷണം ഒരുക്കിയപ്പോൾ ആ പോലീസിനെ പോലും മാറ്റി നിർത്തിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തല്ലിച്ചതച്ച നേതാവാണ് AD തോമസ്. പക്ഷേ താൻ അങ്ങനെയൊന്നും കണ്ടില്ല എന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകിയത്. പ്രിയപ്പെട്ട പിണറായി വിജയന് ഒരു പക്ഷേ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ആ കസേരയിൽ ഇരിക്കുന്ന AD തോമസിനെ ഇനി കാണേണ്ടതായി വരും എന്നതാണ് രാഷ്ട്രീയ കൗതുകം എന്നതാണ് ഇപ്പോഴത്തെ വസ്തുത. AD തോമസ് വിജയിച്ചു കയറുന്നുവെങ്കിൽ തീർച്ചയായും അത് പിണറായി വിജയന് കാണേണ്ടി വരുന്നത് പ്രതിപക്ഷ നിരയിൽ ആയിരിക്കില്ല, ഭരണപക്ഷ നിരയിൽ ഇരിക്കുന്ന AD തോമസിനെ തന്നെയായിരിക്കും. AD തോമസ് ഇതാ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നു എന്നതാണ്. പേരാവൂരിൽ അഡ്വക്കേറ്റ് സണ്ണി ജോസഫിനെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യവും പൊളിയുന്നോ എന്നാണ് സംശയിക്കേണ്ടത്. ഇപ്പോഴും ഇതാ പേരാവൂരിൽ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്നതാണ്. അങ്ങനെ എല്ലാ തന്ത്രങ്ങളും UDF-ന്റെ തന്ത്രങ്ങളെല്ലാം തന്നെ വിജയിക്കുന്നു. ഒറ്റപ്പാലത്ത് മാത്രമാണ് PK ശശിയെ പിന്തുണച്ച UDF തന്ത്രം പരാജയപ്പെട്ടത് എങ്കിൽ പ്രമുഖരായ നേതാക്കൾ, വൻമരങ്ങളെ എല്ലാം വിജയിപ്പിച്ചെടുക്കാൻ ഇപ്പോൾ UDF-ന് സാധിക്കുന്നുവെങ്കിൽ അപ്പുറത്ത് ആ കപ്പൽ ഇപ്പോഴും ആടി ഉലഞ്ഞുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. പ്രത്യേകിച്ച് വൻമരങ്ങൾ പോലും വീണു പോകുന്ന ഒരു തെരഞ്ഞെടുപ്പായി 2026 മാറുന്നു എന്നതാണ് ഇപ്പോൾ CPIM-ന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. കോഴിക്കോട് വടകരയിൽ
കെ രമ വിജയിച്ചു കയറിയിരിക്കുന്നു. ഔദ്യോഗികമായി തന്നെ കെ രമ വിജയിച്ചു കയറുന്നു എന്നുള്ളതാണ്. ലീഗിന്റെ പ്രതികരണം ഒരു പക്ഷേ ഉടൻ ഉണ്ടാകുമെന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി തങ്ങളുമെല്ലാം ഇപ്പോഴിതാ പ്രതികരിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്നു. അല്പസമയത്തിന് ET മുഹമ്മദ് ബഷീറിനെ പോലെയുള്ള മുതിർന്ന നേതാക്കളെ നമുക്ക് കാണാം. ഇതാണ് ലീഗിന് പറയാനുള്ളത്. കാത്തിരുന്ന ഒരു വിജയമാണ് ഇന്ന് കേരളം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മാസക്കാലമായി ഓരോ കേരളീയനും ഈ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണി വമ്പിച്ച ഭൂരിപക്ഷത്തോടെയുള്ള വിജയമാണ്. 100ഓളം സീറ്റുകളിൽ ഇപ്പോൾ നമ്മൾ നേടിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരു ടീം വർക്കിൻ്റെ വിജയമാണ്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ടീം വർക്കിൻ്റെ വിജയമാണ് ഈ ഇലക്ഷനിൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുള്ളത്. കേരളത്തിലെ ജനങ്ങൾ സമ്മാനിച്ചിട്ടുള്ളത്. ഇനി ബാക്കി കാര്യങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്തുകൊണ്ട് ഭാവി കാര്യങ്ങളുടെ എല്ലാം ഒരു തീരുമാനങ്ങളിൽ എത്തിച്ചേരുന്നതാണ്. ഞങ്ങളുടെ പാർട്ടിയും ആ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് എന്താണോ തീരുമാനങ്ങൾ എന്ന് ഐക്യമുന്നണിയെ അറിയിക്കുന്നതാണ്. ഞങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഒരു ടീം വർക്കിൻ്റെ ടീം UDF ഞങ്ങൾ പ്രവചിച്ച പോലെ തന്നെ ഏതാണ്ട് 100ന്റെ മേലെയോ 100ന്റെ താഴെയോ എന്നുള്ളത് അവസാനിക്കുമ്പോഴേ അറിയുള്ളൂ. നല്ല വിജയമുണ്ടായി. ഇനി പരസ്പരം ഉള്ള കൂടിയാലോചനയിലൂടെ ഞങ്ങളെ ലീഡ് ചെയ്യുന്ന കോൺഗ്രസിനകത്ത് ചർച്ച നടക്കണം. അതുപോലെ തന്നെ അതിനുശേഷം അവർ ഞങ്ങളുമായിട്ട് ചർച്ച ചെയ്യും. ആ ചർച്ച ഞങ്ങൾ പാർട്ടിയിൽ ചർച്ച നടത്തും. അല്ലേ? അങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ. ഞങ്ങളൊക്കെ വളരെ കാലം UDFിലും മന്ത്രിസഭയിലൊക്കെ ഇരുന്നതല്ലേ. അപ്പോൾ ആ പ്രൊസീജിയറൊക്കെ അനുസരിച്ച് കാര്യങ്ങൾ നടത്തും. യാതൊരുവിധ കുഴപ്പങ്ങളും ഉണ്ടാവില്ല. ജനാധിപത്യ പാർട്ടികളാവുമ്പോൾ ചർച്ച ചെയ്ത് കാര്യങ്ങളൊക്കെ രമ്യമായി നല്ല നിലയിൽ തീരുമാനിക്കും. അതാണ് ഈ ശുഭമുഹൂർത്തത്തിൽ പറയാനുള്ളത്. ഈ ശുഭമുഹൂർത്തത്തിൽ പിന്നെ വേണ്ട അത് ഇതൊന്നും നിങ്ങൾ ചോദിച്ചേക്കരുത്. ഇത്രയേ ഉള്ളൂ. സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ കാലത്ത് ലീഗ് ഉണ്ടാക്കിയിരിക്കുന്നത് ലീഗിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ്. ഏറ്റവും വലിയ വിജയമാണ്. യാതൊരു സംശയം. ഹിസ്റ്ററി ലീഗ് എപ്പോഴും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.